തുടക്കത്തിലേ പറയട്ടെ, ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രവചനമല്ല, മറിച്ച് ഒരു മണ്ഡലത്തിന്റെ രാഷ്ട്രീയ സാമ്പത്തിക വ്യവസ്ഥയുടെ ആഴത്തിലുള്ള ഒരു പരിശോധനയാണ്. തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നതിലുപരി അടുത്ത 5 വർഷത്തേക്ക് എങ്ങനെ മികച്ച ഭരണം കാഴ്ചവെക്കാമെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം. ഞാൻ ഇതിനെ വിളിക്കുന്നത് ഗവേണൻസ് എഞ്ചിനീയറിംഗ് എന്നാണ്. അതായത് ഡേറ്റ ഉപയോഗിച്ച് ജനങ്ങളുടെ യഥാർത്ഥ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ട പരിഹാരങ്ങൾ ചിട്ടയായി നടപ്പിലാക്കുന്നൊരു ശാസ്ത്രം. നമ്മുടെ ഈ യാത്ര തുടങ്ങുന്നത് കുന്നമംഗലത്ത് നിന്നാണ്. കേരളത്തിന്റെ ഹൃദയഭൂമിയായ മലബാറിലെ ഒരു സാധാരണ മണ്ഡലമായി ഇതിനെ കാണരുത്. കാരണം ഇവിടുത്തെ മണ്ണിന്റെ മണം, ആളുകളുടെ ജീവിതം, ഇതൊക്കെ അറിയാതെ കുറച്ച് നമ്പറുകൾ മാത്രം നോക്കിയിട്ട് ഒരു കാര്യവുമില്ല. ഇവിടുത്തെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെ ഒരു ഡാറ്റയ്ക്കും പൂർണ്ണമായ അർത്ഥം നൽകാനാവില്ല. അപ്പോ നമ്മൾ എങ്ങനെയാണ് മുന്നോട്ടു പോകുന്നതെന്ന് നോക്കാം. 6 ഘട്ടങ്ങളായിട്ടാണ് ഈ വിശകലനം. ഓരോ ഘട്ടവും അടുത്തതിലേക്കുള്ള ഒരു ചവിട്ടുപൊടിയാണ്. നമ്മൾ കുന്നമംഗലത്തെ അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് തുടങ്ങി ഡേറ്റയിലൂടെ സഞ്ചരിച്ച് അവസാനം പ്രവർത്തനക്ഷമമായ ഒരു ഭരണരൂപരേഖയിൽ എത്തിച്ചേരും. ശരി, അപ്പ ആദ്യത്തെ ഘട്ടം. ഏതൊരു ഗവേണൻസ് എഞ്ചിനീയറിംഗിന്റെയും തുടക്കം അക്കങ്ങളിലല്ല, മനുഷ്യരിലാണ്. ഒരു മണ്ഡലത്തെ ശരിക്കും മനസ്സിലാക്കാൻ അവിടുത്തെ ജനങ്ങളുടെ സാമൂഹിക ഘടനയും അവരുടെ ദൈനംദിന ആശങ്കകളും എന്താണെന്ന് വ്യക്തമായി അറിയണം. അതുതന്നെയാണ് ഏതൊരു തന്ത്രത്തിന്റെയും അടിത്തറ. ഇനി കുന്നമംഗലത്തെ ആളുകളെ ഒന്ന് പരിചയപ്പെടാം. ഈ കണക്കുകൾ നോക്കിയാൽ ഏകദേശം 58% ഹിന്ദുക്കളും 40% മുസ്ലിങ്ങളുമാണ് ഇവിടെയുള്ളത്. ഇതൊരു വിഭജനത്തിന്റെ കണക്കല്ല, മറിച്ച് ഇവിടത്തെ സാമൂഹിക ഘടന മനസ്സിലാക്കാനാണ്. ഈ 2 പ്രബല സമുദായങ്ങൾക്കിടയിലെ സഹവർത്തിത്വവും ഓരോ സമുദായത്തിനകത്തുമുള്ള വിവിധ വിഭാഗങ്ങളുടെ അഭിലാഷങ്ങളും ഇവിടത്തെ രാഷ്ട്രീയത്തെ ആഴത്തിൽ സ്വാധീനിക്കുന്നുണ്ട്. ഒരു നല്ല ഭരണാധികാരി ഈ സാമൂഹിക ഘടനയെ ബഹുമാനിക്കുകയും എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോവുകയും വേണം. ഇനി പറയുന്ന 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഇവ വെറും പരാതികളല്ല, ഓരോ വീടിന്റെയും നെഞ്ചിലിരിപ്പാണ്. കുടിക്കാൻ വെള്ളമില്ലാത്ത അവസ്ഥ, തകർന്ന റോഡുകളിലൂടെയുള്ള യാത്ര, പഠിച്ചിട്ടും മക്കൾക്കൊരു ജോലിയില്ലാത്തതിന്റെ വേദന, അടുക്കളയിലെ ചിലവ് താങ്ങാനാവാത്ത സാഹചര്യം, പിന്നെ അധ്വാനിച്ചുണ്ടാക്കിയതെല്ലാം കൺമുന്നിൽ വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്നത് കാണേണ്ടിവരുന്ന കർഷകന്റെ നിസ്സഹായത. ഒരു ജനവിധി രൂപപ്പെടുന്നത് ഈ ആശങ്കകളിൽ നിന്നും പ്രതീക്ഷകളിൽ നിന്നുമാണ്. ഓക്കെ, ജനങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് നേരെ തിരഞ്ഞെടുപ്പിലെ അക്കങ്ങളിലേക്ക് പോകാം. കാരണം അക്കങ്ങൾ കള്ളം പറയാറില്ല. അവ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് വ്യക്തമായ ചില കഥകൾ പറഞ്ഞുതരും. ആ കഥ മനസ്സിലാക്കിയാൽ മാത്രമേ ഭാവിയെ ശരിയായി രൂപപ്പെടുത്താൻ സാധിക്കൂ. ഈ ചാർട്ട് കണ്ടോ? ഇതിലൊരു പ്രധാനപ്പെട്ട സത്യം ഒളിഞ്ചിരിപ്പുണ്ട്. കഴിഞ്ഞ ഒരു ദശാബ്ദമായി LDFന്റെ വോട്ട് വിഹിതം ഏകദേശം 43-44% അനങ്ങാതെ നിൽക്കുകയാണ്. ഇത് ശക്തമായൊരു അടിത്തറയെ സൂചിപ്പിക്കുന്നു, സംശയമില്ല. എന്നാൽ എന്റെ കാഴ്ചപ്പാടിൽ ഇത് വളർച്ചയുടെ ഒരു മുരടിപ്പാണ് കാണിക്കുന്നത്. പുതിയ വോട്ടർമാരെയോ മുന്നണികളോട് അതൃപ്തിയുള്ളവരെയോ ആകർഷിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണത്? അതാണ് നമ്മൾ കണ്ടെത്തേണ്ട പ്രധാന ചോദ്യം. ഇവിടെയാണ് കുന്നമംഗലത്തെ കളി മാറുന്നത്. ഈ 14.28% എന്ന സംഖ്യ നോക്കൂ. 2021 BJP നേടിയ വോട്ടാണിത്. ഇതൊരു മൂന്നാം കക്ഷിയല്ല, ഇതൊരു ഡിസ്റപ്റ്ററാണ്. അതായത് 2 മുന്നണികളുടെയും ഉറച്ച കോട്ടകളെ വിറപ്പിക്കാൻ കഴിവുള്ള ഒരു ശക്തി. ഈ 14% വോട്ടുകൾ എവിടെ നിന്ന് വരുന്നു? ആരുടെ വോട്ട് ബാങ്കാണ് ചോരുന്നത്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താതെ ഒരു രാഷ്ട്രീയ തന്ത്രത്തിനും ഇവിടെ വിജയിക്കാനാവില്ല. നമുക്ക് നിലവിലെ MLAയുടെ ഒരു സ്വാട്ട് വിശകലനം നടത്തി നോക്കാം. എന്താണ് കരുത്ത്? 3 തവണ MLA ആയതിലൂടെ ലഭിച്ച ഭരണപരിചയവും ശക്തമായ പാർട്ടി സംവിധാനവും തന്നെ. എന്നാൽ ദൗർബല്യമോ? ചില വിവാദങ്ങൾ അദ്ദേഹത്തിന്റെ വിശ്വാസ്യതയെ ബാധിച്ചിട്ടുണ്ട്. തന്റെ ഭരണപരിചയം വികസനത്തിനായി ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് അവസരങ്ങളുണ്ട്. പക്ഷേ BJPയുടെ വളർച്ചയും UDFന്റെ വെല്ലുവിളിയും വലിയ ഭീഷണികളായി മുന്നിലുണ്ട്. ഈ വിശ്വാസ്യതയുടെ പ്രശ്നം വളരെ ഗൗരവമുള്ളതാണ്. കാരണം പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളുടെ വാക്കുകൾക്ക് വലിയ വിലയുണ്ട്. അത് നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന അന്തസ്സിന്റെയും ഉത്തരവാദിത്തബോധത്തിന്റെയും ഭാഗമാണ്. ജനങ്ങളുടെ വിശ്വാസം, അതാണ് ഒരു നേതാവിന്റെ ഏറ്റവും വലിയ ആസ്തി. ആ വിശ്വാസത്തിന് ഒരു പോരലേറ്റാൽ അത് ജനാധിപത്യത്തിന്റെ അടിത്തറയെ തന്നെയാണ് ദുർബലപ്പെടുത്തുന്നത്. ശരി, ഭൂതകാലം നമ്മൾ കണ്ടു. ഇനി വർത്തമാനകാലത്തെ പോർക്കളത്തിലേക്ക് വരാം. ഇവിടെ ഏറ്റുമുട്ടുന്ന പ്രധാന ശക്തികളെയും അവരുടെ സാധ്യതകളെയും നമുക്ക് ഒന്നുകൂടി സൂക്ഷ്മമായി വിലയിരുത്താം. അപ്പോ പ്രതിപക്ഷമായ UDFന് എന്ത് സാധ്യതകളാണുള്ളത്? അവർക്ക് പരമ്പരാഗതമായൊരു വോട്ട് ബാങ്കുണ്ട്. അതോടൊപ്പം SNDP പോലുള്ള സമുദായ സംഘടനകളുമായുള്ള ബന്ധം അവർക്ക് ഗുണം ചെയ്യും.
പക്ഷേ ഏറ്റവും പ്രധാനം ഭരണപക്ഷത്തോടുള്ള അതൃപ്തിയെ വോട്ടാക്കി മാറ്റാൻ അവർക്ക് കഴിയുമോ എന്നതാണ്. തൊഴിലില്ലായ്മയും വിലക്കയറ്റവും മൂലം അസംതൃപ്തരായ യുവാക്കളെയും സ്ത്രീകളെയും തങ്ങളിലേക്ക് ആകർഷിക്കാൻ അവർക്ക് കഴിഞ്ഞാൽ മത്സരം പ്രവചനാതീതമാകും. ജനങ്ങളുടെ ദേഷ്യത്തിന് പ്രധാനമായും 2 കാരണങ്ങളുണ്ട്. ഒന്ന്, അവരുടെ പോക്കറ്റിന് നേരിട്ട് ബാധിക്കുന്നത്, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, അങ്ങനെ. മറ്റൊന്ന്, അവരുടെ ദൈനംദിന ജീവിതത്തെ ബുദ്ധിമുട്ടിലാക്കുന്നത്, വെള്ളമില്ലാത്ത അവസ്ഥ, മോശം റോഡുകൾ, അങ്ങനെ. ഈ 2 വിഷയങ്ങളെയും ഒരുമിച്ച് അഭിസംബോധന ചെയ്യുന്ന ഒരു പ്രായോഗിക പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നവർക്കേ ജനങ്ങളുടെ വിശ്വാസം നേടാൻ കഴിയൂ. വെറും വാഗ്ദാനങ്ങൾ മാത്രം പോരാ. ഒരു വിജയകരമായ തന്ത്രത്തിന്, അല്ലെങ്കിൽ നല്ലൊരു ഭരണത്തിന് 4 മുഖങ്ങൾ വേണം. ഞാനിതിനെ ചതുർമുഖ സിദ്ധാന്തം എന്ന് വിളിക്കാൻ ഇഷ്ടപ്പെടുന്നു. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ശക്തമായി ഇടപെടണം, അത് ശിവൻ. അതേസമയം സമൂഹത്തിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പു നൽകണം, അത് വിഷ്ണു. യുവാക്കൾക്കു വേണ്ടി പുതിയ ആശയങ്ങൾ കൊണ്ടുവരണം, അത് ബ്രഹ്മാവ്. സാധാരണക്കാരുടെ ഉപജീവനമാർഗങ്ങൾ സംരക്ഷിക്കുമെന്ന് ഉറപ്പു നൽകണം, അത് ദുർഗ. ഈ 4 ഘടകങ്ങളും ചേരുമ്പോഴാണ് ഒരു തന്ത്രം പൂർണ്ണമാകുന്നത്. ഇതുവരെ നമ്മൾ വിശകലനം ചെയ്യുകയായിരുന്നു. ഇനി പ്രവൃത്തിയിലേക്കാണ് ശ്രദ്ധ. ഈ അറിവുകളെല്ലാം എങ്ങനെ വിജയത്തിനും അതിലുപരി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഭരണത്തിനുമുള്ള ഒരു പ്രായോഗിക രൂപരേഖയാക്കി മാറ്റാം. തന്ത്രം മാത്രം പോരാ, അത് നടപ്പിലാക്കാൻ ചിട്ടയായ പ്രവർത്തനവും വേണം. ഏതൊരു പോരാട്ടത്തിലും ആദ്യത്തെ 30 ദിവസം നിർണായകമാണ്. ഇതൊരു ചെക്ക്ലിസ്റ്റായി തന്നെ കാണാം. ഓരോ വീടും സന്ദർശിക്കുക, ഓരോ വാർഡിലെയും പ്രധാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുക, ജനങ്ങളുമായി നിരന്തരം സംവദിക്കുക. ഇത് വെറുമൊരു തിരഞ്ഞെടുപ്പ് പ്രചാരണമല്ല, ജനങ്ങളുമായുള്ള ഒരു ഉടമ്പടി കെട്ടിപ്പടുക്കലാണ്. ഒരു സന്ദേശം എല്ലാവർക്കും ഒരുപോലെ നൽകിയിട്ട് കാര്യമില്ല. ഓരോ വിഭാഗം ജനങ്ങളോടും സംസാരിക്കേണ്ടത് അവരുടെ ഭാഷയിലാണ്, അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ചാണ്. യുവാക്കൾക്ക് വേണ്ടത് തൊഴിലാണ്, സ്ത്രീകൾക്ക് വേണ്ടത് സാമ്പത്തിക സ്വാശ്രയത്വമാണ്, കർഷകർക്ക് വേണ്ടത് അവരുടെ അധ്വാനത്തിന് വിലയാണ്. ഓരോ വിഭാഗത്തോടും അവർക്ക് വേണ്ട പരിഹാരങ്ങൾ നിർദ്ദേശിക്കുമ്പോഴാണ് സന്ദേശം കൃത്യമായി അവരിലെത്തുന്നത്. ഇങ്ങനെ ഓരോ വിഭാഗവുമായി സംസാരിക്കുമ്പോൾ അവരുടെ വിവരങ്ങൾ നമ്മൾ ഉപയോഗിക്കും. പക്ഷേ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്: ആളുകളുടെ സ്വകാര്യത. ഇന്ത്യയുടെ ഡാറ്റാ സംരക്ഷണ നിയമം പറയുന്നത് വളരെ വ്യക്തമാണ്. ഒരാളുടെ വിവരങ്ങൾ അവരുടെ സമ്മതത്തോടെ അവർ എന്ത് കാര്യത്തിനാണോ തന്നത് അതിനുവേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ. ഇത് നിയമം മാത്രമല്ല, ഒരു ധാർമ്മിക ഉത്തരവാദിത്തം കൂടിയാണ്. നമ്മുടെ വിശകലനം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. തന്ത്രങ്ങൾക്കും ജയത്തിനുമപ്പുറം ഒരു ജനവിധിയുടെ യഥാർത്ഥ ലക്ഷ്യമെന്താണ്? ഇതുവരെയുള്ള ഉൾക്കാഴ്ചകളിൽ നിന്ന് നമ്മൾ പ്രവർത്തനത്തിലേക്കും അതിന്റെ ഫലത്തിലേക്കും നീങ്ങുകയാണ്. നമ്മളെല്ലാവരും സ്വയം ചോദിക്കേണ്ടൊരു ചോദ്യമാണിത്. തിരഞ്ഞെടുപ്പെന്ന് പറഞ്ഞാൽ കുറെ അക്കങ്ങൾ കൂട്ടിയും കിഴിച്ചും ജയിക്കുന്നൊരു കളിയാണോ? അല്ല. വോട്ട് ചെയ്ത സാധാരണക്കാരന് ഇതിൽ നിന്ന് എന്ത് തിരികെ കിട്ടും? ജനവിധി എന്നത് ഒരു അധികാരമല്ല, അതൊരു വലിയ ഉത്തരവാദിത്വമാണ്. വോട്ടർക്ക് തിരികെ ലഭിക്കേണ്ടത് മികച്ച ജീവിത സാഹചര്യങ്ങളാണ്. ഇതിനാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഗവേണൻസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി മാത്രമല്ല ഡാറ്റ ഉപയോഗിക്കേണ്ടത്. ജയിച്ചതിനു ശേഷമുള്ള 5 വർഷം ജനങ്ങൾക്ക് വേണ്ടി കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കാനാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്ന സുതാര്യമായൊരു ഭരണ സംവിധാനം കെട്ടിപ്പടുക്കുക. അതാണ് ഏതൊരു നേതാവിന്റെയും യഥാർത്ഥ വിജയം. നിങ്ങൾ ജനങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതാവാകാനും നിങ്ങളുടെ മണ്ഡലത്തെ ഉയർത്താനും ആഗ്രഹിക്കുന്നുവെങ്കിൽ blueprintstrategies.ai ബന്ധപ്പെടുക. ഇമെയിൽ mgr@blueprintstrategies.ai, ഫോൺ 08042041602. രാഷ്ട്രീയത്തിനപ്പുറം ഒരു ലക്ഷ്യം.